ചന്ത. ഒരുപാട് ചന്ത ഉണ്ടായിരുന്നു, ഒക്കെ അടഞ്ഞ്. തുവാക്കാട് ഉണ്ടായിരുന്നു, പിന്നെ പട്ടർക്കാവ് ഉണ്ടായിരുന്നു, എടക്കുളം ഉണ്ടായിരുന്നു, കോട്ടക്കലുണ്ടായിരുന്നു, ഒക്കെ അടഞ്ഞ്. ഇപ്പോൾ കോട്ടക്കലും കൽപ്പഞ്ചേരിയുള്ള ഇവിടെ അടുത്ത് വെറ്റില ചന്ത. അപ്പോൾ ഓവറാകുമ്പോൾ കുന്നംകുളം, കോഴിക്കോട്, തിരൂർ മാർക്കറ്റിക്ക്, തിരൂർ മറ്റേ പാകിസ്ഥാൻ കച്ചവടക്കാർ അവിടേക്ക് കൊണ്ടുപോകും. അങ്ങനെയൊക്കെ പാടാണ്ട് പോകണം. പാകിസ്ഥാനും കയറ്റുമതി ഇല്ലാത്തതിൻ്റെ പേരിലാണ് വെറ്റിലക്ക് വില കുറവ്. ഗവൺമെൻറ് നന്നായി കിട്ടി പാകിസ്ഥാൻ ഇന്ത്യയും കൂടി യോജിപ്പായി നിന്നാൽ വെറ്റില കൃഷിക്കാർക്കൊക്കെ ഒരു മെച്ചം. അതുപോലെ ഒരുപാട് കർഷകർക്ക് മെച്ചപ്പെടും. അപ്പോൾ ഇതാണ് നമ്മളെ ജോലി, വെറ്റില. ഇതാണ് വെറ്റില കൊടിയാണ്, കഴങ്ങുന്തോട്ട. എല്ലാം വെറ്റിലുണ്ട്. വെറ്റില കുറേ നുള്ളി 1000 കെട്ടുണ്ടാവും. എന്നും പണിയില്ലാതെ കേടൊന്നുമില്ല. എല്ലാം അധ്വാനിക്കണം. ആരോഗ്യമുള്ളവർക്ക് നടക്കും. ആരോഗ്യമൊക്കെ കുറഞ്ഞു തുടങ്ങിയില്ല. എന്നും പണി ഉണ്ടാവും. പണിയില്ലാത്തവർക്ക് ഒരു പണീന്ന് മാത്രം. വെറ്റിക്ക് വില കുറവാണ്. എന്നാലും ഇങ്ങനെ ഒത്തുപോകുന്നുണ്ട്. കഴങ്ങുന്തോട്ട, വലിയൊരു കഴങ്ങുന്തോട്ട. അണ്ടൊക്കെ കഴങ്ങ. അപ്പോൾ ഇതിങ്ങനെ നുള്ളി ചായച്ച് കൽപ്പകഞ്ചേരി ചന്തയിൽ കൊണ്ടുപോയി വിൽക്കണം. കൽപ്പകഞ്ചേരി, കോട്ടക്കൽ, തിരൂർ, കുന്നംകുളം, കോഴിക്കോട്, പിന്നെ ചന്തകളൊക്കെ ഒരുപാട് മുടങ്ങി. പിന്നെ തുവാക്കാട്, പട്ടർക്കാവ്, എണ്ടത്താണി, എടക്കുളം, അതുപോലെ ഒരുപാട് നാട്ടു ചന്തകളുണ്ടായിരുന്നു. അതൊക്കെ ഇപ്പോൾ ഇല്ല. ഇപ്പോൾ കൽപ്പകഞ്ചേരി നാട്ടു ചന്തയും ഉള്ളൂ. കോട്ടക്ക വെറ്റില ചന്ത. കൽപ്പകഞ്ചേരി നല്ല ചന്ത. അപ്പോൾ ഈ വെറ്റിലഞ്ഞ് കൽപ്പകഞ്ചേരി ചന്തയ്ക്ക് കൊണ്ടുപോകുക. മലപ്പുറം ജില്ലയിലെ ഒരു തിരൂർ താലൂക്കിലെ ഒരു പ്രകൃതിയാണിത്. ഇവിടെ ഇങ്ങനെ ഇത്തരം പണിയും കൊണ്ട് നിർത്തുന്നു. അടുത്ത വീഡിയോ വരാം. ഓക്കെ, ബൈ ബൈ.